ഇന്ന് വീട്ടിലെ ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ. അതിനിപ്പോൾ എന്താണെന്നല്ലേ കാര്യമുണ്ട്. ഈ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് നമ്മളെ ടെറസ് ഗാർഡനിൽ നിന്ന് എടുത്താണ് കേട്ടോ. ഈ പുതിനയില കേട്ടോ. ഞാനത് നല്ല പ്രൗഡായിട്ടാണ് കേട്ടോ പറയണത്. പക്ഷേ മറ്റുള്ളവർക്ക് എത്രത്തോളം വലിയ സംഭവമായിട്ട് തോന്നുന്നു എനിക്കറിയില്ല. പക്ഷെ വലിയൊരു സംഭവമായിട്ടല്ല, ചെറിയൊരു കാര്യമാണ്. എന്നാലും അതിൽ വല്ലാത്തൊരു സന്തോഷമുണ്ട്. നമ്മളെ ഗാർഡനിൽ കുറച്ച് പുതിനയില ഉണ്ടായിട്ടുണ്ട്. 2-3 സ്ഥലത്ത്. അതായത് സാധാരണ കടയിൽ നിന്ന് കൊണ്ടുവന്ന മല്ലീൻ്റെ തണ്ടുകൾ ഞാൻ ജസ്റ്റ് കുത്തി വെച്ച് നോക്കിയതാണ്. അത് നല്ലോണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നേ ഒരു തവണ നമ്മളിതുപോലെ വലിയൊരു കെട്ട് പോലെ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടാമത് ഉണ്ടായതാട്ടോ. നല്ല ഫ്രഷാണ് കേട്ടോ, നല്ല അടിപൊളിയാണ്. അതുകൊണ്ട് തൊടുമ്പോൾ തന്നെ ഒരു നല്ലൊരു സ്മെല്ല് അവിടെ വരുന്നുണ്ട്. നമ്മൾ പണ്ടൊക്കെ ഈ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുപോകില്ലേ അഞ്ചെണ്ണുള്ള മറ്റേ ചൂയിങ്കം, അതിലൊരു ആ വൈറ്റ് ചൂയിങ്ങത്തിൻ്റെ ആ ഒരു ഫ്ലേവർ, ആ ഒരു സ്മെല്ലാട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. ഞാനതുള്ളത് മൊത്തം പറിച്ചെടുക്കാൻ നോക്കിയിട്ടുണ്ട്. നല്ല സ്മെല്ലാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോമ്പാന്നുള്ള ബോധമൊന്നും ഇല്ലാണ്ട് ഞാനിങ്ങനെ മണത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും നമ്മളത് ഫുള്ള് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കറിവേപ്പില, മല്ലിയില, പുതിനയില ഇങ്ങനെയൊക്കെയുള്ള ഈ ഇല ഐറ്റംസ് ഉണ്ടല്ലോ, അത് ഏറ്റവും ഫ്രഷ് ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളൊരു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം അതിലാണ് ഈ ഏറ്റവും കൂടുതൽ ഈ ഫ്രഷ്നെസ് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതലായിട്ട് മരുന്ന്, ഈ വിഷാംശമുള്ള മരുന്നുകൾ യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചാണ് നമ്മളെ കൊണ്ട് കഴിയുന്ന മാതിരി ഉണ്ടാക്കുക. ഒരുപാട് എന്നൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതുപോലൊക്കെ ഒരു തവണയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെടുത്തുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലുണ്ടാക്കിയ സാധനം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ഇഷ്ടമായിരിക്കും. വേറൊരു പോട്ടിലും ഇതുപോലെ ഒരു തക്കാളി തൈൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഞാൻ തണ്ടുകൾ വേറെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു എമൗണ്ട് ആ ഒരു പാത്രത്തിൽ ഏകദേശം നിറച്ച് കിട്ടിയിട്ടുണ്ടായിട്ട് ഒരു ബണ്ടിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ആ സ്മെല്ലാണ് ഞാനിങ്ങനെ അത് ഈ വീഡിയോ ഇങ്ങനെ കാണിക്കുന്നതിനിടയിൽ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മണത്ത് നോക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ചെമ്മീൻ ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മസാലയും കാര്യങ്ങളും അതിൻ്റെ റെസിപ്പിയൊന്നും കാണിക്കണില്ല. അപ്പോൾ എല്ലാവരും ചെയ്തിട്ടുണ്ട്. നമ്മളെ വിഷയം അതല്ലല്ലോ. നമ്മളെ ഹോം ഗാർഡനിങ്, ടെറസ് ഗാർഡനിങ് ആണല്ലോ നമ്മുടെ വിഷയം. അപ്പോൾ ഞാൻ അതിലേക്ക് നമ്മളെ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇട്ട് കൊടുക്കുമ്പോൾ അതിങ്ങനെ കുക്കായിക്കൊണ്ടിരിക്കുന്നതിന് മുന്നേ തന്നെ ആ സാധനം കയ്യിലെടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അതാണ് അതിൽ വരുന്നൊരു ഹാപ്പിനെസ്. അത് ആ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ ആദ്യം ആസ്വദിച്ച് സ്മെല്ലെടുത്തുകൊണ്ട് നിന്നിരുന്നു കേട്ടോ. എനിവേ ബിരിയാണി ഇതാ ഇവിടെ ദമ്മിടാൻ പോവുകയാണ്. റൈസ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം പൊരിച്ച് വെച്ചിട്ടുള്ള കാഷ്യും കിസ്മിസും പിന്നെ വെല്ലുള്ളി ഉണ്ടല്ലോ, അതൊക്കെ പൊരിച്ച് വെച്ചൊക്കെ അതിന് മേലെ തൂവി കൊടുത്ത്, പിന്നെ അതിന് ശേഷമാണ് നമ്മളുടെ മല്ലിയിലയും പുതിനയിലയൊക്കെ അതിന് മേലെ ഇട്ട് കൊടുത്ത് അടച്ചു വെച്ചു. ഇനി നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമ്മൾ തുറന്നു നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ. അതിൻ്റെ ആ മല്ലിയിലേൻ്റെയും ഒക്കെ ആ ഫ്ലേവർ, അത് തുറന്ന പറയുന്ന മുഖത്തൊക്കെ അതിനൊരു ഫ്ലേവർ ഇങ്ങനെ അടിച്ചു വരികയാണ് കേട്ടോ. നമ്മൾ അവിടെ ബിരിയാണിക്കുള്ള വിളിയോളം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബിരിയാണീൻ്റെ ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും പറയാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല ഇത്. നമ്മളെ വീട്ടിൽ ഉണ്ടായ ഒരു സാധനം അതിലിട്ടു. അതാണ് ഇവിടെ